പൂജ മാത്രം പോരാ, അത്യാവശ്യമായിട്ട് ബന്ധപ്പെടുത്തും വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുക എന്നുള്ളത് തന്നെ ചെയ്യാനുള്ളൂ. അതിലും കൂടുതലൊന്നും ചെയ്യാനില്ല. ഇപ്പൊ കഴിഞ്ഞ മാസങ്ങളിലേ ഞാൻ ഒരു കേസ് നമ്മുടെ അടുത്തേക്ക് വന്നിരുന്നു. അതായത് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 8-9 മാസത്തോളമായി കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അവർ ആക്ച്വലി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അവർ ആദ്യത്തെ മാസം മുതൽക്ക് പൂജയാണ് ചെയ്തിരുന്നത്. അത് ശരിക്കും ഒരു ശാരീരികമായിട്ടുള്ള പ്രശ്നത്തിനേക്കാളും ശരിക്കും ഒരു മാനസികമായിട്ട് ഇടപെടേണ്ട ഒരു കേസാണെന്ന് തോന്നില്ല. അങ്ങനത്തെ കേസുകൾ വല്ലതും ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ കേസുകളോട് ഡോക്ടറുടെ ഒരു നിലപാട് എന്താണ്? മാനസികമായി മാത്രമുള്ള രോഗങ്ങൾ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ രോഗത്തിനെ കാണാറില്ല. ഞാൻ അധികവും രോഗം മാനസികവും ശാരീരികവുമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു മനസ്സിന് ദേഷ്യം എന്നുള്ള വികാരം മനസ്സിന് ശരീരത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു മാനസിക രോഗം എന്നുള്ളത് ശരീരത്തിനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ശാരീരിക രോഗം മനസ്സിനെ ബാധിക്കും. അങ്ങനെ തന്നെയാണ് ശരീരവും മനസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയി ബന്ധം എന്നാ പറയുക. അപ്പൊ അത്രയും അടുത്ത് നിൽക്കുന്ന രണ്ട് സാധനങ്ങളെ വേറിട്ട് കണ്ട് ചികിത്സിക്കുക എന്നുള്ളത് ഒരു നല്ല അപ്രോച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാനസിക രോഗങ്ങൾ ശാരീരിക രോഗങ്ങളായി പ്രതിഫലിക്കുക തന്നെയാണ് ചെയ്യുക. പക്ഷെ ഈ ചോദ്യം ഇതല്ല എന്ന് എനിക്കറിയാം കേട്ടോ. അങ്ങനെയുള്ള രോഗികളോട് എന്ത് പറയണം? അവരോട് പൂജ മാത്രം പോരാ, അത്യാവശ്യമായിട്ട് ബന്ധപ്പെടുത്തും വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുക എന്നുള്ളത് തന്നെ ചെയ്യാനുള്ളൂ. അതിലും കൂടുതലൊന്നും ചെയ്യാനില്ല.